28, chapter 28. Chapter 28. Verses 20 and 21. Verses 20 and 21. 20-21 വാക്യങ്ങൾ. 28-ാം അധ്യായം 20-21 വാക്യങ്ങൾ. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. മതി. Please read in English, someone. താങ്ക് യു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഈ തിരുവെഴുത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാനായിട്ട് കർത്താവ് ശരണപ്പെടുന്നു. I am trusting God to speak you all from this portion of the scripture. വാസ്തവത്തിൽ ഇതിന്റെ 10 to 22 വായിക്കണം, എന്നാലേ നമുക്ക് ആ ഹോൾ പാസേജ് മനസ്സിലാവുള്ളൂ. We need to read from the verses 10 onwards, then only we can understand the context of this chapter. ലാസ്റ്റ് സൺഡേയിലും നമ്മൾ ചിന്തിച്ചത് ബുക്ക് ഓഫ് രൂത്തിൽ നിന്നാണെങ്കിലും ഞാൻ അതിനകത്ത് പോയിന്റ് ചെയ്ത കാര്യം നാം എടുക്കുന്ന ഡിസിഷനാണ് നമ്മുടെ ഡെസ്റ്റിനെ തീരുമാനിക്കുന്നത് എന്നതായിരുന്നു. Even though I spoke to you from the book of Ruth, it was stating that our destiny is based upon the decision what we are making every day. ഇങ്ങനെ ഇംഗ്ലീഷിൽ ഒരു കൊട്ടേഷൻ പറയും, ഡിസിഷൻ ഡിറ്റർമൈൻസ് അവർ ഡെസ്റ്റിനി എന്ന് പറയാറുണ്ട്. In English there is a quotation, decision based on our destiny is based on decisions. Decision determine our destiny. Decisions determine our destiny. And DDD അല്ലേ, ഒന്ന് ഓർത്ത് നോക്കിയേ. ഡിസിഷൻ ഡിറ്റർമൈൻ അവർ ഡെസ്റ്റിനി. ഓർക്കുമല്ലോ അല്ലേ? It is easy to remember if you have that acronym DDD, decision determines destiny. അതുകൊണ്ട് ഈ വായിച്ച പാസേജിലും വളരെ അത്ഭുതകരമായ ഒരു തീരുമാനം ജേക്കബ് എടുക്കുകയാണ്. And in this scripture as well, we can see that Jacob is taking a very important vow. അതിനെ നമുക്ക് എനിക്ക് എത്രമാത്രം പറയാൻ കഴിയുമെന്ന് അറിയത്തില്ല. ഞാൻ ലളിതമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. I am not sure how much I can explain it, but I am trying my level best. ഒരപേക്ഷയുണ്ട്. യാക്കോബ് കണ്ട സ്വപ്നം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയാം. I know that everybody who sits and listen me know what Jacob dreamed. അതുകൊണ്ട് ഇത് ഒരു കഥയാണല്ലോ എന്ന ചിന്തയോടെ ഇരിക്കരുത്, വളരെ ഗൗരവമായിട്ട് തന്നെ ഇരിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. So I request, do not think that this is just a story of Jacob's dream, but listen very attentively. നാം തിരഞ്ഞെടുക്കുന്ന, നാം ചൂസ് ചെയ്യുന്ന ഡിസിഷൻസ് ആണ് നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത്. Whatever we are choosing as our decisions, that will lead us our destiny. ഈ നല്ല ഡിസിഷൻസ് നല്ല ഫാബ്രിക് ആണെന്ന് പറയാറുണ്ട്. നല്ല usually it says that the good decisions are comparing to a good fabric. എന്നാൽ തെറ്റായ തീരുമാനങ്ങൾ കീറിപ്പോയ തുണിയാണെന്ന് പറയാറുണ്ട്. And the wrong decisions are comparing to teared clothes, like worn out clothes, അല്ലെങ്കിൽ ഡർട്ടി ആയതോ ഉപയോഗിക്കാൻ പറ്റാത്ത എന്ന് പറയാം, which is not useful to use. ഒരുവന്റെ ജനനം മുതൽ മരണം വരെ ആ ലൈഫ് പോകുന്നത് ഡിസിഷൻ ബേസ് ചെയ്താണ്. A person's life is moving from his birth to death based on the decisions he is making. നമുക്ക് പേരൻസിനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. We are unable to choose our own parents. നമ്മൾ എന്ന് ജനിക്കണം എന്നതും ചൂസ് ചെയ്യാൻ പ്രയാസമുള്ള കാര്യമാണ്. It is very difficult to choose the date which we want to be born. എന്നാൽ ഒരുവൻ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സേവിക്കണോ, വിശുദ്ധിയിൽ ജീവിക്കണോ, പേരൻസിനെ അനുസരിക്കണോ, ദൈവവചനം വായിക്കണോ, ഇതൊക്കെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. But we can actually choose certain things such as, do we want to obey our parents? Do we want to attend prayer meetings? And do we want to pray? These decisions, we can make certain choices. അതിനുവേണ്ടി ഉള്ള ഫ്രീഡവും നമുക്കുണ്ട്, ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. We all have that freedom of choice.
ഇവിടെ 28:10 മുതൽ വായിച്ചാൽ ഭയങ്കരമായൊരു ഡിസിഷനിലേക്ക് ജേക്കബ് വരികയാണ്. We can see from verses 10 onwards, we can see that Jacob is taking a very important decision. ഈ ജേക്കബ് എന്ന് പറഞ്ഞാലും ജെയിംസ് എന്ന് പറഞ്ഞാലും, ജെയിംസ് എന്ന് വന്നത് ഗ്രീക്കിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ്, ജേക്കബ് എന്ന് വന്നത് ഹീബ്രു എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. Jacob and James. Jacob is coming from the Hebrew and James is coming from Greek. അതുകൊണ്ട് But ഞാൻ both are ഒരു same. പക്ഷേ ഈ ജേക്കബ് എന്ന് പറഞ്ഞാലും ഈ ബുക്ക് ഓഫ് ജെയിംസ് എന്ന് രാവിലെ പറഞ്ഞ് ഈ യാക്കോബ് മനസ്സിൽ കിടന്നുകൊണ്ടങ്ങ് പറഞ്ഞു പോയതാ. Jacob and James, they are synonymous. Like ഒരു പേരാണ്, രണ്ട് ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ആയതാണ്. since they both are translated from two different origins, they are calling in two ways. അതുകൊണ്ട് നമ്മുടെ ഡിസിഷൻ വളരെ പ്രാധാന്യതയുള്ള കാര്യമാണ്. So our decisions are really important. Praise the Lord. അതുകൊണ്ട് ഞാൻ അതിന്റെ ആ ഇൻട്രോഡക്ഷൻസ് എല്ലാം വിട്ടിട്ട് പെട്ടെന്ന് ദൈവവചനത്തിലേക്ക് വരാനായിട്ട് നോക്കാം. So I would like to remove all the introductions and I would like to come to the meat of the message. അതുകൊണ്ട് നമ്മുടെ ജീവിതവും മരണശേഷമുള്ള ജീവിതവും എല്ലാം നമ്മുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. So our life on this earth as well as our life yet to come, all are based upon our current decisions. ഇവിടെ ചാപ്റ്റർ 28-ൽ യാക്കോബിന്റെ ഒരു യാത്രയുടെ വിവരണമാണ്. In this chapter 28, we can see the description of the journey of Jacob. യാക്കോബിന്റെ പേരൻസ് അല്ലെങ്കിൽ പാട്രിയാർക്ക്, ഗോത്രപിതാക്കന്മാരെന്ന് വിളിക്കുന്നത് അബ്രഹാമിനെയും ഇസഹാക്കിനെയാണ്. എന്നാൽ പിന്നീട് വരുമ്പോൾ ജേക്കബ്, ഇവരെ മൂന്ന് പേരെയാണ് ഫാദർ ഓഫ് അല്ലെങ്കിൽ ആ ഗോത്രപിതാക്കന്മാരെന്ന് വിളിക്കുന്നത്. That patriarchs, actually Jacob and Jacob's his father's Isaac and Isaac's father Abraham, they are being called as patriarchs. അതായത് യാക്കോബിന്റെ പിതാവ് ഐസക്ക്, ഐസക്കിന്റെ പിതാവ് എബ്രഹാം, അങ്ങനെയാണ് അത് പോകുന്നത്. The genealogy comes from Abraham, Isaac and Jacob. ഇതിനകത്ത് ഈ അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ എടുത്താൽ എല്ലാവരും കേട്ട് ഇതിനകത്ത് ഏറ്റവും ഒരു ബിരുദൻ ആരായിരുന്നു എന്നറിയാവും? If we look into that genealogy, Abraham, Isaac and Jacob, who is the tricky or the crafty one? Who is the tricky one among these three? Who is the trickiest? നമ്മൾ വലിയ ഫിലോസഫിക്കൽ ആയിട്ടൊന്നും ആൻസർ പറയേണ്ട, വേദപുസ്തകം വായിച്ചതിന്റെ അറിവിൽ യാക്കോബ് തന്നെയല്ലയോ? We all know that Jacob is the trickiest person amongst this. എന്ന് ഇതിനകത്ത് ഏറ്റവും കഷ്ടം സഹിച്ച പാർട്ടി ആരാന്നറിയോ? But do you know who suffered a lot the most? യാക്കോബ് തന്നെയാ. That is also Jacob. ആരെയെല്ലാം കളിപ്പിച്ചോ അതിന്റെ ഇരട്ടി മേടിച്ചു കൂട്ടി ആര്? Jacob. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ. So Jacob is the person who tricked the most, and that is the same person who suffered the most. That's why we are reading that he who sows, he will reap it. ഈ മൂന്ന് പാട്രിയാർക്കിലും ഏറ്റവും ഒരു പുവർ ആയിട്ടുള്ള, വെറും സാധാരണക്കാരനായിട്ടുള്ള ഒരാളായിരുന്നു ഐസക്. Amongst these three, the most ordinary person is the Isaac, the middle one. കാര്യം അപ്പം പറയുക, അബ്രഹാം പറയുക, നമുക്ക് യാഗത്തിന് പോകാന്ന് പറഞ്ഞാൽ he is ready. Because when Abraham told Isaac, let us go and do a sacrifice, he obeyed. ആ വിറകെല്ലാം എടുത്തോണ്ട് എന്റെ പുറകെ വരണം, he is ready. When father told him, carry the logs, and Isaac carried it. 3 ദിവസം നടക്കണം, റെഡിയാ. He has to go to that Mount of Moriah 3 days. He was ready. അവിടെ ചെന്നപ്പോ യാഗത്തിന് ആടില്ലെങ്കിൽ കേറി കിടക്കാനും തയ്യാറാണ്. When they reached the top of the mountain, there was no sacrifice. There is no animal for the sacrifice, but he was ready as a sacrifice. ഞാനിത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചപ്പോൾ ഓർക്കുമായിരുന്നു, അപ്പനെ ഇതുപോലെ അനുസരിക്കുന്ന ഒരു മകൻ അല്ലേ? I was thinking when I was meditating through these portions, a son who is obeying his father in such an extraordinary way. നമ്മളോ? How about our case? കുഞ്ഞുങ്ങൾ എല്ലാരും ഇങ്ങോട്ട് നോക്കിയാ, നമ്മളോ? Please listen here. How is our case? Praise the Lord. Hallelujah. അടുത്ത കാര്യങ്ങളെ പറയണം, അതിന് പേരൻസും അതിനകത്ത് ഇൻവോൾവ് ആവും. I would like to mention the next thing. അപ്പനെ അനുസരിക്കുന്ന മകൻ ഐസക്. A son who is obeying a father. Isaac obeyed Abraham. ദൈവത്തെ അബ്രഹാമിനെ പോലെ അനുസരിച്ച ഒരു പിതാവിനെ വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ടോ?
A father who obeyed God. Do you know who is that person in the Bible? എത്ര തമ്പുരാൻ എന്നാ പറഞ്ഞാലും എനിക്ക് അതൊക്കെ വിവരിക്കണമെന്നുണ്ട്, ക്ലോക്കെ നോക്കുമ്പോൾ ഒന്നും പറ്റുന്നില്ല. തമ്പുരാൻ എന്നാ പറഞ്ഞാലും റെഡിയാണ് അബ്രഹാം. Whatever father commanded, Abraham was ready to obey the father. അപ്പനെ ഇതുപോലെ അനുസരിച്ചൊരു മകൻ തിരുവെഴുത്തിനകത്ത് കാണുന്നില്ല. ദൈവത്തെ ഇതുപോലെ അനുസരിച്ച ഒരു പിതാവിനെയും തിരുവെഴുത്തിനകത്ത് കാണുന്നില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം. The sum and substance is a father who never obeyed in this manner, obeyed God the Father. Abraham is the example. And a son who obeyed unconditionally his father. The best example is Isaac. അന്നേരം പിതാക്കന്മാരോടും മക്കളോടും ദൈവവചനത്തിന് പറയാനുള്ളത് എന്നാണെന്നറിയാമോ? ദൈവത്തെ അനുസരിക്കുക, പേരൻസിനെ അനുസരിക്കുക. So not only to the parents but also to the children, the Bible exhorts us, obey God the Father, all the parents. Obey your parents, all the children. യാക്കോബ് അത്രയും ട്രിക്കി ആയിരുന്നെങ്കിലും 28:7 എന്ന് നോക്കിയേ. 28:7. 28:7. അവനെ അനുഗ്രഹിക്കുമ്പോൾ നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച് പദ്ദൻആരാമിലേക്ക് പോയതും ഏശാവ് അറിഞ്ഞപ്പോൾ. നല്ല മകനായിരുന്നു. അവിടെ എന്നാ വായിച്ചേ? And Jacob had obeyed his father and mother and had gone to Paddan Aram. കണ്ടോ, വല്യപ്പൻ ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു. അപ്പൻ ഐസക്ക് അബ്രഹാമിനെ അനുസരിക്കുന്നവനായിരുന്നു. യാക്കോബിനെ പറ്റി എഴുതിയൊക്കെ അപ്പനെയും അമ്മയെയും അനുസരിക്കുന്ന യാക്കോബ്. We can see that the oldest Abraham was obeying Father God and son Isaac was obeying Father Abraham. But here Jacob was obeying not only Father Isaac but also his mother. Ephesians 6:1 എന്നാ പറയുന്നത്? What is Ephesians chapter 6:1 says? Obey your parents. Children, obey your parents in the Lord. അത് ഏത് രാജ്യത്തിലാണെങ്കിലും ആ പ്രമാണത്തിന് വ്യത്യാസമില്ല. No, that there is no change for that verse wherever you are. Parents, obey your God. മാതാപിതാക്കൾ കർത്താവിനെ അനുസരിക്കണം. സ്തോത്രം. അത് മക്കള് കാണുമ്പം ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഒരു പാറ്റേൺ ആണത്. When children see that their parents are obeying and fearing the Father of Lord, then children get a pattern to obey their own parents. Praise the Lord. Hallelujah. ഇനി നമുക്ക് യാക്കോബിന്റെ ആ ഡ്രീമിന്റെ ആ വിഷയത്തിലേക്ക് ഒന്ന് വരാം. Let us turn our attention to the context of Jacob. ഞാൻ യാക്കോബിനെ പറ്റി ആ റെസ്ലിംഗ് പ്രയറിനെ പറ്റി ഒരു സന്ദേശം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. I already mentioned a message about the wrestling prayer of Jacob. അതുകൊണ്ട് അത് ഒരുപക്ഷെ അടുത്ത ആഴ്ചകളിൽ പറയേണ്ടതായിട്ട് വരും. എങ്കിലും ഒന്നുകൂടെ ചില കാര്യങ്ങളൊന്ന് പറയണം. I would like to mention certain things about that wrestling prayer of ഈ Jacob. യാക്കോബ് എന്ന ആ പേരിന്റെ അർത്ഥം, The meaning of Jacob, 2-3 മീനിങ് ഉണ്ട്. ഹീൽ ക്യാച്ചർ എന്നുണ്ട്, സപ്ലാന്റർ എന്നുണ്ട്, ലെഗ് പുള്ളർ എന്നുണ്ട്. ഈ 3 വാക്കുണ്ട്. അതിനകത്ത് ഏറ്റവും മനോഹരം എന്നാ പറയാമോ? കാലുവാരി എന്നാണ് എന്റെ തനി മലയാളം. ആ പേരിന്റെ അർത്ഥം heel snatcher. യഹൂദന്മാര് പേരിടുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവന്റെ ഭാവി ഫ്യൂച്ചറും എല്ലാം കൂടെ നോക്കി എന്ത് ചെയ്യുന്നേ. അന്നേരം പേരെങ്ങനെ ഉണ്ടായിരുന്നു? കാലുവാരി എന്നാണ്. നമ്മൾ ഉബായി എന്ന് പറയും, പക്ഷെ ഉബായി എന്ന വാക്ക് ആ പേരിന്റെ അർത്ഥമല്ല. പക്ഷെ ഇതാണ് അതിന്റെ അർത്ഥം. Usually Jews give a name to a child based upon his present as well as the past, and Jacob was being given this name as a leg snatcher or a deceiver. ഇവിടെ യാക്കോബ് ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ചാപ്റ്റർ 28. In this chapter 28, Jacob is about to begin a journey. ഈ യാത്രയ്ക്ക് യാക്കോബ് തെരഞ്ഞെടുക്കുന്നതിന്റെ പിന്നിൽ പല പർപ്പസസ് ഉണ്ട്. Jacob has had certain choices, but there are certain purposes for his choices. ഈ യാത്രയുടെ പിന്നിൽ യാക്കോബിന്റെ മാത്രം തീരുമാനമല്ല. In this, behind this journey, the decisions are not only based on Jacob's decision. പേരൻസ് ആണ് ഈ യാത്രയ്ക്കായിട്ട് യാക്കോബിനോട് പറയുന്നത്. Parents are actually telling Jacob to start a journey like this. യാക്കോബിന്റെ സഹോദരൻ ഈശു 40-ാമത്തെ വയസ്സിലാണ് മാരീഡ് ആകുന്നത്.
Jacob's brother Esau was being married at the age of 40. 26 ലാസ്റ്റ് ഭാഗത്ത് കിടപ്പുണ്ട് 40-ാം വയസ്സിൽ. Yeah, we can see in chapter 26, last portion, we can see that. എന്നിട്ട് ഈ 28 ആകുമ്പോഴത്തേക്ക് യാക്കോബിനെ പറ്റി ആ ജീനിയോളജി നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 60 ഇയേഴ്സിലധികം യാക്കോബിനുണ്ടെന്നാണ് പറയുന്നത്. But as we come to this chapter 28, we can see by looking at the history, we can see that Jacob was almost 60 years of age. 60 വയസ്സായിട്ടും യാക്കോബ് മാരീഡ് അല്ല. Even though he reached 60, he was not yet married. ചേട്ടൻ 40-ാം വയസ്സിൽ മാരീഡായി. Esau, his brother, already got married at the age of 40. അന്നത്തെ കാലത്തെ ലൈഫിന്റെ ഡ്യൂറേഷൻ എന്നുള്ളത് യാക്കോബ് മരിക്കുന്നത് 147-ലാണ്, 147 വയസ്സിലാണ്. They had long longevity during that time. Jacob was being dead at the age of 140. നമുക്കറിയാം കനാന്യരിൽ നിന്ന് 2 പേരെയാണ് യേശു കല്യാണം കഴിക്കുന്നത്. Esau was taking as his wives 2 persons from Canaanites. 27 verse 46 നോക്കിയാൽ 27 verse 46, we can see like ഈ this. 2 മരുമക്കള് കാരണം യേശുവിന്റെ 2 വൈഫ് നിമിത്തം റിബേക്ക, അതായത് യാക്കോബിന്റെ അമ്മ, വളരെ പ്രയാസത്തിലാണ്. We can read the verse 46. Rebekah said to Isaac, I am weary of my life because of the daughters of Heth. 2 പേരെ ജാതീയരായ 2 പേരെ കല്യാണം കഴിച്ച മൂത്ത മകന്റെ ഭാര്യമാരെ നിമിത്തം റിബേക്ക വളരെ പ്രയാസത്തിലാണ്. Rebekah was in trouble because of the daughters-in-law from Canaan. 28-ാം അധ്യായത്തിൽ റിബേക്ക മാത്രമല്ല ഐസക്കും പ്രയാസത്തിലാണ്. In chapter 28, not only Rebekah, but also Isaac also got into trouble. ഞാൻ അതിന്റെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പറഞ്ഞാലേ ആ ദർശനത്തിന്റെ ഗൗരവം മനസ്സിലാവത്തുള്ളൂ. We can, when I explain the context, then only we can understand what I'm going to talk. നോക്കിക്കേ, ഏശാവിന്റെ ഭാര്യമാര് പ്രയാസമാണ്. Esau's wife, Canaanites, were troublemakers. യാക്കോബ് ഇതുവരെയും മാരീഡ് അല്ല. Jacob was not yet married. ഐസക്ക് വളരെ ഏജ്ഡ് ആണ്. Isaac is already an aged കണ്ണ് person. കാണാൻ മേല. He was unable to see. പ്രായത്തിന്റെ എല്ലാ പ്രശ്നവും ഐസക്കിനുണ്ട്. He was suffering because of his old age. പിതാവും മാതാവും മക്കളെ ചൊല്ലി വറിയാണ്. Both parents are worried about due to their parents. അങ്ങനെ ഇരുന്നപ്പോഴാണ് യാക്കോബ് ബർത്ത് റൈറ്റ് മേടിക്കുന്നുണ്ട്. During that circumstances, Jacob went and received his birthright. അപ്പന്റെ അനുഗ്രഹം മേടിക്കുന്നുണ്ട്. He receives whatever his father's blessings were. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ 27 വായിച്ചാൽ We can see that during that time, if we look into chapter 27, 41, 42, 43 നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം അവിടെ 45-നകത്ത് വായിക്കുന്ന ഒരു വാക്യമുണ്ട്. ഇങ്ങനെ ഏശാവ് യാക്കോബിനെ കൊല്ലാനായിട്ടൊരു പ്ലാനിങ് നടത്തുന്നുണ്ട്. we can see that in chapter 27, the elder brother Esau was trying to kill younger brother Jacob. നോക്കിയാൽ നിങ്ങൾ 45-ാമത്തെ വാക്യം 27:45-നകത്ത് റിബേക്ക പറയുക, ഒരു ദിവസം എന്റെ 2 മക്കളും മരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. Rebekah was worried and said like this, why should I be bereaved of you both in one day? ഇനി എന്നെ നോക്കിയേ, Please look at, ഒരമ്മ just think about a വളരെ mother. നന്നായിട്ട് കുടുംബത്തിലെ എല്ലാ കാര്യവും വളരെ സെൻസിറ്റീവ് ആയിട്ട് നോക്കുന്ന അമ്മ. A mother who is taking care of the family really well. ആ അമ്മ ഏശാവ് ഉറക്ക പറഞ്ഞില്ല ഞാൻ യാക്കോബിനെ കൊല്ലുവെന്ന്. അവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി. Esau didn't proclaim loudly that I am going to kill my younger brother, but mother is sensitive. So she came to know by looking at the attitude of the older brother that he is about to kill the younger brother. റിബേക്കയെ ഒന്ന് ഇമാജിൻ ചെയ്തേ. Just think about that mother. ലേറ്റ് ആയിട്ടുണ്ടായ 2 മക്കളാണ്. Rebekah got these children at the very old age. അങ്ങനെ ആ വേദന അറിയാമല്ലോ. We all know the pain of Rebekah when she was carrying the baby. 2 പേരും ഒരു ദിവസം മരിച്ചാൽ ഉണ്ടാകുന്ന വേദനയോ. Think about if both of them are going to be lost on a same day. ഭർത്താവ് എപ്പോ വേണമെങ്കിലും ഐസക്ക് മരിക്കാം, രോഗിയായിട്ടിരിക്കുക. Isaac is already old, aged and sick. He could have gone at any time. 2 മരുമക്കളും പ്രശ്നമാണ്. Both daughters-in-law are troublemakers.
ഇത്രയും പ്രശ്നമുള്ളൊരു വീട് വേദപുസ്തകത്തിനകത്തുണ്ടോ? Have you ever familiar with any family with this type of difficult situation in the Bible? ഈ സാഹചര്യത്തിലാണ് റിബേക്ക ഐസക്കിനോട് പറഞ്ഞ് അവരൊരുമിച്ച് ജേക്കബിനോട് പറയുക, നീ ഇവിടുന്ന് പോണം. ഈ പ്രശ്നം മാറാനായിട്ട് ഈ ഐസക്കും റിബേക്കയും കണ്ടെത്തിയ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ളൊരു മാർഗമായിരുന്നു ഈ യാത്ര. This journey actually planned in an intelligent way by both parents, Rebecca and Isaac. എന്റെ കോണ്ടെക്സ്റ്റ് കിട്ടിയോ? So I hope you all receive the context what I am going to explain. തീവ്രമായ ആ പ്രശ്നം കൈകാര്യം ചെയ്ത ആ അമ്മ എത്രമാത്രം ഒരു പീസ് മേക്കറിന്റെ റോളാണ് ആ കുടുംബത്തിൽ ചെയ്തത് എന്ന് മറന്നുപോയത്. Do not forget that a mother who is taking such a big way to make a peace treaty inside that family. അമ്മയുടെ റോള് വീട്ടിൽ വളരെ പ്രാധാന്യതയാണ്. So basically a mother's role inside a family is very important. എത്ര ഞാന് ഈ വേദഭാഗം ഇങ്ങനെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഒത്തിരി പ്രാവശ്യം വായിച്ചപ്പോഴാണ് സാധാരണ നമ്മള് യാക്കോബ് ഓടിപ്പോയി ലൂസി വെച്ച് സൂര്യൻ അസ്തമിച്ചെന്ന് വായിച്ചു വിടുകയാണ്. പക്ഷെ ഇതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. ഞാനിങ്ങനെ ലോക്കൽ അല്ലെങ്കിൽ മലയാളത്തിൽ പറയാറുണ്ട്, പാഠവും പരിസരവും നോക്കി വേണം വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ. ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന് പറയും. I always tell that whenever we explain Bible, we always have to give importance to text as well as context. അങ്ങനെ ഈ പ്രശ്ന പരിഹാരത്തിനായിട്ട് കണ്ടെത്തുന്ന ഒരു മാർഗമാണ് ഓടിപ്പോണം. So to find a solution to the big problem, parents advised Jacob to flee from the house, from home. Are you all with me? എൻ്റെ കൂടെ ഉണ്ടോ? Hope you are all with us. ഒരു പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞേ. Hallelujah. എന്തൊരു കഷ്ടമാണ്. എനിക്ക് കേൾക്കാറല്ല, തമ്പരാന് കേട്ടാ മതി. നമ്മൾ യാക്കോബിലേക്ക് വരുന്നേ ഉള്ളൂ. ഞാൻ പുസ്തകത്തിൽ ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. പൗലോസ് പ്രസംഗിച്ചാലും പ്രശ്നമാണ്, യാക്കോബ് പ്രസംഗിച്ചാലും പ്രശ്നമാണോ? ആട്ടെ, നമുക്ക് നോക്കാം. അങ്ങനെ യാക്കോബിനോട് പറഞ്ഞു, നീ ഓടിപ്പോണം. So Jacob is being advised to flee away from his home. ഒന്ന്, ഭവനത്തിലെ പ്രശ്നത്തിന് പരിഹാരം. രണ്ടാമത്തെ കാര്യം, ഏശാവ് കാണിച്ച പോലെ ഈ ജാതികളിൽ നിന്ന് ഭാര്യമാരെ എടുക്കരുത്. നീ എൻ്റെ അമ്മാവന്റെ വീട്ടിൽ, നിന്റെ അമ്മാവന്റെ വീട്ടിൽ അല്ലെങ്കിൽ നിന്റെ അങ്കിളിന്റെ വീട്ടിൽ നിന്ന് ഒരു മകളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാണ് ഈ യാത്ര. This journey based upon two reasons. One reason is a solution to the family problem. Second reason is, as Esau took a wife from the Canaanites, do not take a wife from here, but go and take a wife from the uncle's family. പഥനാരാമിൽ നിന്ന്, ഹാരാനിൽ നിന്ന് പഥനാരാമിലേക്കുള്ള യാത്ര. A journey starting from Haran and ending to going to Padanaram. നിങ്ങൾ ബൈബിൾ ജോഗ്രഫി നോക്കിയാൽ 600 മൈൽസ് ആണ് അതിന്റെ ആ ദൂരം. The distance, if we look at the Bible, we can see that 600 miles. ഒരു മനുഷ്യൻ നടക്കണമെങ്കിൽ, ഞാൻ ഇവിടുത്തെ മാപ്പൊക്കെ ഇട്ട് നോക്കി, 600 മൈൽസ് നടക്കണമെങ്കിൽ മിനിമം 30 ദിവസം വേണം. If a person wants to finish the 600 miles by walking, minimum they require 30 days. അങ്ങനെ 30 ദിവസം നടന്നാലേ പതനാരാമിൽ ചെല്ലുകയുള്ളൂ. നടന്നു പോകുമ്പോൾ യാക്കോബിന് പ്രത്യേകം ട്രാവലിങ്ങിന് മൃഗങ്ങളൊന്നുമില്ല. വളരെ ലോൺലി ആയിട്ടുള്ളൊരു യാത്രയാണ് യാക്കോബ് പ്രിപ്പയർ ചെയ്യുന്നത്. When Jacob was about to start by walking alone, he needs to finish that whole journey by 30 days. He doesn't have any help of any other animals or anything. നിങ്ങൾ ആ റൂട്ട് തിരുവെഴുത്തിനകത്തൂടെ നോക്കിയാൽ വളരെ റോബേഴ്സ് ഉള്ള, വൈൽഡ് ആയിട്ടുള്ള ആനിമലുകൾ ധാരാളമായിട്ടുള്ള ചില വനത്തിലൂടെയൊക്കെ വേണം പതനാരാമിൽ ചെല്ലാനായിട്ട്. In order to reach Padanaram, if we look at the map, we can see that that journey was very horrible and difficult because he has to cross certain jungles and there are certain animals as well. Wild animals and robbers are along the way. ഈ യാത്രയിൽ കൂടെ ആരുമില്ല. He was all alone. There is none to help and അത്ര accompany him. സന്തോഷമായിട്ടല്ല വീട്ടിൽ നിന്ന് പോകുന്നത്. He is not starting his journey in a very joyful way. ഇനി ഒരിക്കലെങ്കിലും തിരിച്ചു വരാൻ കഴിയുമോ, എന്റെ ഭാവി എന്താകും എന്ന ആൻസൈറ്റിയും യാക്കോബിന് ഈ കോണ്ടെക്സ്റ്റിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. Just think that in this journey he doesn't have a confidence that he will reach back his home safely, so he has all that anxieties within him.
വാഹനമൃഗമില്ല, കൂടെ ആരുമില്ല, 30 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ട ആഹാരം, വസ്ത്രം, വെള്ളം എല്ലാം തനിക്ക് കരുതേണ്ടതായിട്ടുണ്ട്. നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി, ആ യാത്ര എത്ര ദുഷ്കരമായിരുന്നു, ഒട്ടും സേഫ് ആയിരുന്നില്ല. Just imagine that journey, 30 days of walking without anyone's help. There is no animal and he has to take care of everything, his food and clothing and everything. Think about that horrible വളരെ journey. കുറച്ച് ലഗേജും ഒക്കെ ആയിട്ടാണ് ആ യാത്ര പോകുന്നത്. He started his journey with a very little luggage. തലയ്ക്ക് ഈ 28:10 മുതൽ വായിച്ചാൽ തലയണയായിട്ട് ഒരു കല്ലാണ് എടുത്തു വെക്കുന്നത്. During his journey, when he was lying, he was taking a stone as a pillow. തലയണ ഇല്ലാഞ്ഞിട്ടാ, അല്ല കല്ലിഷ്ടം ഉണ്ടായിട്ട് വെച്ചതല്ല. എങ്ങനെ കൊണ്ടുപോകാൻ ഈ യാത്രയിൽ? Because this long journey, how can he carry a pillow? That is the reason he took a stone as a pillow. അങ്ങനെ വെച്ച് നിങ്ങൾ ആ ഭാഗം വരെ ഒന്ന് പറയണം. So think about that journey and his difficulty through his. ഇനി നമുക്കറിയാം, ഈ പുസ്തകം വായിക്കുമ്പോൾ അമ്മയുടെ പെറ്റാണ് ജേക്കബ്, റൈറ്റ്? We can see that when we go through this portion, Jacob is really a pet for his mother. ഹോം സിക്നസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. So basically I'm saying that he has a homesickness too. വിവരിക്കാൻ സമയം പോരാ, ഈ കോണ്ടെക്സ്റ്റിലാണ് യാത്ര. So I do not have enough time to explain. Within this context, Jacob is starting his journey. 21st സെഞ്ചുറിയിൽ അത് അത്രയും മനസ്സിലാകുകയില്ല, എങ്കിലും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കോളൂ. We are unable to understand the difficulty of the journey because we are in the 21st century, but still think in that way. കോവിഡ് വന്നപ്പോൾ നമ്മള് 5-6 മാസത്തേക്കുള്ള സാധനം വീട്ടിൽ മേടിച്ചു കൂട്ടിയില്ലേ, ഒരിക്കലും ചിന്തിക്കത്തില്ലാത്ത രീതിയിൽ. When we heard about COVID, don't we all gather for almost 5-6 months worth of food in the inside home? ക്രൈസിസ് ചെറുതായിട്ട് മനസ്സിലായിരുന്നു. കോസ്കോ ഇപ്പൊ ക്യൂ നിന്നതൊക്കെ ക്രൈസിസ് ചെറുതായിട്ട് മനസ്സിലായിരുന്നു. We came to understand the crisis in a very little way when we stand in a long line when we went to Costco. 21 കൂടുതൽ മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. I was thinking that we are going to understand a little bit more in the year of 2021. യാക്കോബ് ഓടുകയാണ്, Jacob was fleeing. ഓടിപ്പോവാണ്. He was running. അങ്ങനെ ഹാരാനിൽ നിന്ന് ആ യാത്ര പോയി ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. He started his journey from Haran and he reached a place called Luz. 70 miles away from Haran. 70 miles away from Haran. ന്യായമായിട്ട് നമുക്കറിയാം 3 ദിവസത്തെ യാത്ര കഴിഞ്ഞു. After 3 days, probably after 3 days of journey. അല്പം യാത്രയിൽ എണ്ണ കരുതിയിരുന്നു എന്ന് നമുക്ക് അവിടെ വായിച്ചാൽ മനസ്സിലാക്കാം. We can see that he carried a little oil during his journey. പില്ലോ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. And we saw that there is no pillow for sleep. ന്യായമായിട്ടും ഫുഡൊക്കെ കുറച്ചൊക്കെ കയ്യിലുണ്ടായിരുന്നു. Maybe he has something to eat. വസ്ത്രവും കുറച്ച് കയ്യിലുണ്ട്. Maybe he has some clothing as well. അങ്ങനെ ഒരു സന്ധിയിൽ ലൂസിൽ വന്ന് മടുത്ത് താൻ ഇരിക്കുകയാണ്. So he reached to a place called Luz and he was really tired. അങ്ങനെ ഇരുന്ന് പല കാര്യങ്ങൾ ആലോചിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. And I was thinking that maybe he sat down and he was thinking back. 3 ദിവസമായിട്ട് ആരോടും സംസാരിച്ചിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, യാത്രയ്ക്കായിട്ട് പോവുകയാണ്, ഒരു യാത്ര പോവുകയാണ്. He started a journey 3 days before. During these 3 days, he didn't get to talk to anyone. അങ്ങനെ ആദ്യമായി ഒരു ഓപ്പൺ സ്ഥലത്ത് യാക്കോബ് വന്നു. And he reached to an open place after 3 days of journey. അങ്ങനെ ഇരുന്ന് ജ്യേഷ്ഠൻ എന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു, ലാബാൻ എന്നെ സ്വീകരിക്കുമോ എന്ന് ചിന്തിക്കുന്നു. ഈ ടെൻഷൻ എല്ലാം ഓർത്ത് ഇരുന്ന് താനൊരു കല്ലെടുത്ത് വെച്ച് ക്ഷീണം കൊണ്ട് ആ കല്ലേൽ തല വെച്ച് കിടന്നുറങ്ങി. Jacob was thinking about his brother's anger, and also he was thinking when I reach Uncle Laban's house, whether he will welcome me. And after thinking everything, he was really tired and he started to fall into sleep. ആ രാത്രിയിൽ തനിയേ കിടക്കുകയാണ്. And during that night, when he was sleeping alone, നിങ്ങള് യാക്കോബ് ഒരു സാധാ മനുഷ്യനാ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഇനിയും 27 days ഞാൻ നടന്നു പോകണം. just think, he was an ordinary person, Jacob, and he needs to continue the journey in order to finish it almost 27 plus days. പതനാരാമിൽ ചെല്ലുവോ എന്ന് ആർക്കറിയാം? Who knows whether he can reach in Padanaram. എനിക്ക് തിരിച്ചെന്റെ അപ്പനെ, വയ്യാത്ത പിതാവിനെ കാണാൻ കഴിയുമെന്ന് ആർക്കറിയാം? Who knows whether he'll be able to return home and see his father. എല്ലാം കൊണ്ടും ഇരുളടഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ്
ഈ ക്ഷീണിതനായി യാക്കോബ് കിടക്കുന്നത്. Almost everything is coming to a dark moment. At that time, he fell into asleep. അങ്ങനെ കിടക്കുകയാണ്. ഞാൻ ഈ പറയുന്നത് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ ദൈവവചന സന്ദേശത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊന്ന് പിക്ചറൈസ് ചെയ്യണം. So think and imagine in your mind and picturize it and what I am explaining. ഇനി 28:10 ഒന്ന് വന്ന് യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ, ബേർശേബയിൽ നിന്ന് ഹാരാനിലേക്ക് പോയി, ഞാൻ പറഞ്ഞതിന് മുമ്പേ തെറ്റുണ്ടായിരുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് രാവിലെ രാവാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലേണയായി വെച്ചു. അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. And we can see that Jacob went out from Beersheba and went toward Haran, and he lighted upon a certain place and arrived there at night because the sun was set, and he took one of the stones of the place and put it under his head and lay down in that place to sleep. ഈ ഡ്രീമിന്റെ പ്രത്യേകത ഈ കോണ്ടെക്സ്റ്റിൽ വേണം മനസ്സിലാക്കാൻ. So think the dream based on this context. എനിക്കാരുമില്ലെന്നും എന്റെ ജീവിതം ഒട്ടും സേഫ് അല്ലെന്നും ആ ചിന്തയിലാണ് യാക്കോബ് യാത്ര ചെയ്യുന്നത്. അടുത്ത അധ്യായത്തിലൊക്കെ തന്റെ ഏകാന്തത മനസ്സിലാക്കുന്ന വാക്യങ്ങളുണ്ട്, ഞാൻ പിന്നാലെ കൊണ്ടുവരാം. ആ സാഹചര്യത്തിൽ താൻ അവിടെ കിടന്നപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തോളം എത്തുന്ന ഒരു ലാഡറും താൻ കാണുന്നു. അതിലേക്കിടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. During this situation, Jacob was thinking that he was all alone and there is no one to help him. By thinking all these thoughts, he started falling into asleep. During that time, he is receiving that dream, a ladder which is stood up from heaven. It reaches to the earth and angels are being climbing up and down. Praise the Lord. Hallelujah. ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്, ഈ ദൂതന് കയറാനും ഇറങ്ങാനും ലാഡർ വേണോ? I was thinking whether a ladder needed for angels to ascend and descend. No. No, it doesn't പക്ഷെ need it. ഇവിടെ അത് ഉണ്ടെങ്കിലേ യാക്കോബിനെ ഒന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് അർത്ഥം. But here a ladder is being shown because Jacob needs an affirmation. ഓരോ കാര്യങ്ങൾക്കും മീനിങ് ആണ് ഈ ഡ്രീമിനകത്ത്. For each thing, Jacob needs an affirmation. That is what it is explaining here. വാസ്തവത്തിൽ ഈ വാക്യം വേഴ്സ് 12 ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു എന്നാണ് വായിക്കുന്നത്. We can see that, behold the angels of God ascending and descending on the ladder. ആ വാക്ക് കണ്ടോ, ascending and descending. We can see it starts from ascending and descending. വാസ്തവത്തിൽ ഗ്രാമർ ശരിയാകണമെങ്കിൽ ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് എന്ന് വേണ്ടേ? If the grammar needs to be correct, descending should come before ascending. ആദ്യം താഴോട്ട് വരണം, പിന്നെ ഞാൻ മേളിലോട്ട് പോകണ്ട അല്ലേ? First come down and then go up. ഹലോ, അതല്ലേ അതിന്റെ ശരിയായത്? Is that the order, the correct order? യാക്കോബ് ഈ ദർശനം കണ്ടുണരുകയാണ്, നേരം വെളുക്കാറായെന്ന അർത്ഥം. Jacob was seeing this dream and he was about to start his day. ന്യായമായിട്ട് മനസ്സിലാക്കാം, ദൂതന്മാർ ആദ്യം ഇറങ്ങി വന്നത് യാക്കോബ് കണ്ടില്ല. Based on the verse, we can understand that angels already descended on this earth and Jacob didn't see that. എന്നാൽ രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് കയറി പോകുന്നവരെയും പകലത്തെ ഡ്യൂട്ടിക്കായിട്ട് ഇറങ്ങി വരുന്നവരെയാണ് യാക്കോബ് കണ്ടത്. But Jacob was dreaming angels who already completed the duty on the night, who was descending, and angels who are descending from heaven, who is going to do the duty for the day. യാക്കോബിന്റെ വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു യാത്രയിൽ. There was a big question for Jacob during this journey. How is my safety? What will be my safety? Praise the Lord. Hallelujah. യാക്കോബ് രാത്രിയിൽ കിടന്നപ്പോൾ യാക്കോബ് കണ്ടില്ലെങ്കിലും ദൂതന്മാർ ഇറങ്ങി വന്നവിടെ ഉണ്ടായിരുന്നു. Hallelujah. When Jacob was falling into asleep during the night time, even though he didn't see angels, angels were already there. യാക്കോബ് രാവിലെ യാത്ര പോകാൻ ഒരുങ്ങിയപ്പോൾ രാവിലെ പകല് കാക്കാൻ മറ്റൊരു ഗ്രൂപ്പ് താഴോട്ട് ഇറങ്ങി വരികയാണ്. When Jacob was about to open his eyes and start his journey, see, another group of angels are descending from heaven for his help. പ്രിയപ്പെട്ടവരെ, വളരെ വളരെ ആഴമായി
ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ എനിക്കുണ്ടായതുകൊണ്ട് പറയാം, രാത്രിയിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും വഴി ഇരുളടഞ്ഞെന്ന് തോന്നിയാലും തമ്പുരാൻ നമുക്ക് വേണ്ടി ഇറങ്ങുമെന്നും പകരാരും വേണ്ടെന്ന് പറഞ്ഞാലും അപ്പോഴും നാഥൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നു എന്ന ദർശനത്താൽ യാക്കോബിന്റെ അകം നിറയുകയായിരുന്നു. അതാണ് ഈ സ്വപ്നത്തിന്റെ പ്രത്യേകത. The importance of the dream is, even though we are thinking that there is no one to help us during the difficult journeys of our life, in the daytime as well as in the night time, there are certain group of angels are ready to help you and me. Hallelujah. രണ്ട് സങ്കീർത്തനം 91ഉം 121ഉം വായിച്ചാൽ മതി. അതിനകത്ത് ഈ വിഷയം വിവരിക്കാൻ കിടപ്പുണ്ടാവും. So we can actually see what we read here. We can see a detailed explanation in two Psalms, Psalms chapter 91 and also Psalms 120. പകൽ സൂര്യനെങ്കിലും Hallelujah. രാത്രി ചന്ദ്രനെങ്കിലും നമ്മെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മെ പരിപാലിക്കും. ഇവിടെ യാക്കോബ് അന്ന് രാത്രിയിൽ ദൂതനെ കാണുന്നില്ല, പക്ഷേ രാവിലെ ദർശനത്തിൽ സ്വപ്നത്തിൽ കാണുക. രാത്രി കാക്കാൻ വന്ന ദൂതന്മാര് രാവിലെ കയറിപ്പോകുന്നു. പകലത്തെ ആജ്ഞാനുവർത്തികളായ ദൂതന്മാര് പകല് കാക്കാനായിട്ട് ഇറങ്ങി വരികയാണ്. 16 ഹാരാനിലേക്കുള്ള യാത്രയിൽ ഒരു ദുർഘടവും വരികയില്ലെന്ന് തമ്പുരാൻ ഉറപ്പ് കൊടുക്കുകയാണ് ഈ ഡ്രീമിനകത്തൂടെ. Through this dream, Father is giving him an assurance that I am giving an angel in charge over you, so that though none go with you, there is no problem is going to happen you, because angels will be there to help you, not only in daytime but also in the night time. ലാഡറേക്കടെ കയറുകയും ആ വാക്ക് മറക്കരുത് കേട്ടോ. അസെൻഡിങ് ഡിസെൻഡിങ്. വൈകിട്ട് വന്ന ദൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ യാക്കോബ് എന്ത് ചെയ്തില്ല. അയ്യോ, ഞാനിത് വായിച്ചപ്പോ എന്റെ അകം ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഞാനിങ്ങനെ റൂമിൽ ഇരുന്നോണ്ട് ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ ആക്ഷൻ കാണിക്കായിരുന്നു. ഇതിങ്ങനെ ഇമാജിൻ ചെയ്തിട്ട്. So never forget that phrase, angels of God ascending and descending. Do not ever forget the order. Hallelujah. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയല്ല. നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും, നമ്മുടെ ഗോയിങ് ആൻഡ് കമ്മിങ് എല്ലാം എന്ന് പറഞ്ഞാൽ അതിനകത്തെ അർത്ഥം എന്നാണെന്നറിയാമോ? ഹാരാനിലേക്ക് ലാബാന്റെ അടുക്കലേക്ക് ചെല്ലുന്നതും തിരികെ വരുന്നതും എല്ലാം ആ ദൂത സംരക്ഷണത്തിനകത്തുണ്ടെന്നാണ് ഈ ഡ്രീമിലൂടെ നമ്മളോട് പറയുന്നത്. 1,000 may fall at your side, 10,000 at your right hand, but it will never come near you. The dream is speaking that nothing will attack you unless and until he permits. രാത്രിയിൽ മാത്രമല്ല പകലും ദൈവിക സംരക്ഷണത്തിന്റെ കീഴിലാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. So never ever forget that, not only in the darkest moment of our life, but also during the daytime also, we are being protected by the Almighty. ഹാരാനിലേക്കുള്ള ഇനിയിപ്പം ആ സന്ദേശം നമുക്ക് മനസ്സിലായില്ലയോ? So we all come to know the context, the message. Hallelujah. ഹാരാനിലേക്കുള്ള യാത്ര ഇരുളടഞ്ഞു. എന്റെ സേഫ്റ്റി എന്താവും? ആരുമില്ല. ഇങ്ങനെ ചിന്തിച്ചു ആലോചിച്ചും ഇരുന്നും ആ യാത്രയുടെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയവനെ എഴുന്നേൽപ്പിക്കുന്ന ഡ്രീമാണ് 28:10 മുതൽ താഴോട്ടുള്ളത്. We can see from chapter 28 verses 10 onwards, a person who was in a dilemma. There is no one to help me. What will be my end? He was very uncertain about his future. But from 10 onwards, we can see a person is being comforted by a very strong dream. വളരെ കുരുത്തം കെട്ട ഒരുത്തനെ സൂക്ഷിക്കാനാണ് ഏഞ്ചൽസ് അല്ലേ? Angels are being charged to take care of a very tricky person. പക്ഷേ തമ്പുരാൻ ഒരാളെ കരുതുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവന്റെ പ്രസന്റ് നോക്കിയല്ല, അവന്റെ ഭാവി നോക്കിയാണ്, അവന്റെ 3 കാലങ്ങൾ നോക്കിയാണ്. അതുകൊണ്ട് ദൈവവചനം കേൾക്കുന്ന സകല ആളുകളോടും പറയാം, പല സാഹചര്യത്തിലും നാഥൻ നമ്മളെ സൂക്ഷിച്ചത് നമ്മുടെ കഴിവ് കൊണ്ടൊന്നുമല്ല. തമ്പുരാന് നമ്മളെ പറ്റി ആഗ്രഹമുണ്ട്. അവന്റെ രാജ്യത്തിന്റെ വേലയ്ക്ക് നമ്മൾ വേണമെന്നും അവന്റെ സഭയിലെ അംഗങ്ങളായി തീരണമെന്നും തമ്പുരാന് പദ്ധതിയുള്ളത് കൊണ്ട് 3 കാലങ്ങളും നോക്കി പകലും രാത്രിയിലും തമ്പുരാൻ നമ്മളെ വിരിക്കപ്പെട്ട ചിറകിന്റെ മറവിൽ അവിടുന്ന് കാക്കുകയാണ്. ആ യാക്കോബിന്റെ ആ ഭാരവും പ്രയാസവും എല്ലാം ഈ യാത്രയിൽ ഈ ഡ്രീമിൽ മാറുകയാണ്. So
So our Father who knows how tricky we are, not only He is seeing what is our present situation, but He knows the future of each one of us, how much we are going to be used for the kingdom of God. That is the reason He is giving in charge of each one of us angels to finish our race. Hallelujah. എനിക്ക് അടുത്ത ഭാഗത്തോട്ട് പോയാൽ പ്രസംഗിച്ച് തീർക്കാൻ പറ്റിയല്ല. Hallelujah. If I continue to the next portion, I may not have enough time to complete it. അങ്ങനെയാണെങ്കിൽ Hallelujah. രാത്രിയിൽ മാത്രമല്ല Hallelujah. പകലിലും അല്ലേ, ആ പദം നമ്മുടെ ഹൃദയത്തെ മതിക്കണം. കയറുകയും Hallelujah. ഇറങ്ങുകയും കയറുകയും. നമ്മൾ അറിയുന്നില്ല, ആദ്യത്തെ ഡ്യൂട്ടിക്ക് വന്നത് അറിഞ്ഞില്ല, പക്ഷെ അവിടെ ഉണ്ട്. So always bear in your mind, angels are there for you to present in your times of difficulty. So always remember and rooted in your mind that angels are being ascended and descended. Praise the Lord. Hallelujah. കണ്ണിന്റെ Hallelujah. കൺമണി പോലെ നമ്മളെ Hallelujah. സൂക്ഷിക്കുന്ന ദൈവം. He is protecting us like an apple of an eye. ഈ കർത്താവിന്റെ ആ Hallelujah. സ്നേഹം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിമാൻഡും ഇല്ല. ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്ത എന്റെ കൊച്ചു ജീവിതം അങ്ങേ പ്രസാദിപ്പിച്ച് ജീവിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ വരണം. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ ദൈവം എന്നാണ് ഇവിടെ പറയുന്നതെങ്കിൽ അതിനുശേഷം യാക്കോബിനുണ്ടായ രൂപാന്തര ശേഷം പറയുന്നത് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്നാണ്. ദൈവം നമ്മുടെ ദൈവമാകണം. ആ വാവ് ഇരിക്കുന്നത് നമ്മുടെ തീരുമാനത്തിലാണെന്നാണ് ഈ തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. This scripture is saying that, first of all, we can see that Abraham and Isaac's God, but after that vow Jacob made, his decisions, his destiny changed. Based on that decision, we can see that the father of Abraham, Isaac, and Jacob. So based on our decision, our destiny will be directed and changed. നമ്മുടെ കർത്താവിന്റെ കരുതലൊന്ന് മനസ്സിലായെങ്കിൽ കരയുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാമോ? Hallelujah. 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 ഞാൻ Think about his protection and ഓ praise റബ്ബ him for his ശബ്ദര. protection. ഹല്ലേലൂയ. Hallelujah. Hallelujah. സ്തോത്രം. Hallelujah. ഞാനും അങ്ങ് വല്ലാതെ ഇമോഷണലാവുന്നു. Hallelujah. രണ്ടാം ഭാഗം പിന്നെ പറയാം. അത് ഇനി പറയുമെന്ന് അറിയാൻ പറ്റത്തില്ല, നിങ്ങൾ വായിച്ചാൽ മതി. അത് വളരെ സീരിയസ് ആണ്. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച് ഞാൻ 26 ചാപ്റ്റർ 26, 27, 28, 29, 30, 31, 32, 33 അതെല്ലാം ഈ ഇതിന്റെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടസ്റ്റിൽ വായിക്കണം. വായിച്ച് എല്ലാം ഒരു വാക്ക് പോലും വിടരുത്. അതെങ്ങനെ വായിക്കണം. ഈ വായിച്ചു വരുന്നവനെ ഈ നിലയിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാനാണ് നമ്മൾ വായിക്കുന്ന പെനിയേലിൽ വെച്ച റെസ്ലിംഗ് പ്രയറിൽ അവന്റെ കാലിന്റെ ഹിപ്പ് തമ്പുരാൻ പിടിക്കുന്നത് കണ്ടോ. So we can see that from chapter 26 till 32, we can see the journey and each context. Please read carefully. And we can see that in that last chapter, we can see a wrestling prayer. And at that time, God is touching his limb of Jacob. ചാപ്റ്റർ 33 മുതൽ പിന്നെ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും ദൈവം നല്ല പറയുന്നേ. അബ്രഹാമിന്റെയും Hallelujah. ഇസഹാക്കിന്റെയും Hallelujah. യാക്കോബിന്റെയും ദൈവമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 16-ാം വാക്യം, ഞാൻ അവരുടെ ദൈവം എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. From chapter 39 onwards, we can see that this God is being called as not only as Abraham and Isaac, but Abraham, Isaac, and Jacob's father. That's why we can see in the book of Hebrews chapter 11, I am not ashamed to be called as their father. ദൈവത്തിന് ഓണറാണ്. He is being honored to say like that. എന്നെ നോക്കി അങ്ങനെ പറയുവോ? Do our father will look at me and say like that? I am his God. ഞാൻ അവന്റെ ദൈവമാണ്. Can God say that? അതോ എന്റെ വീട്ടിൽ വന്നിട്ട് പേരൻസിന്റെ ദൈവമാണെന്ന് പറഞ്ഞിട്ട് തമ്പുരാൻ പോവോ? When God arrives and look at you and arrives at your home and say that I am your parents' God, or do God say that I am your God? തമ്പുരാൻ ഇവിടെ വന്നിട്ട് അടുത്തിരിക്കുന്നവന്റെ ദൈവമാണെന്ന് പറയുവോ? എന്തൊരു വിഷമമായിരിക്കും അല്ലേ? Just to think that if God arrives here and say that I am a God of the person who sits next to you, എന്റെ ഡിസിഷനിലാണ് അതിരിക്കുന്നത്. it is all based on the decision what I എന്റെ make. പ്രതിജ്ഞയിലാണ് അതിരിക്കുന്നത്. What vow I make, that is all based on it. എന്നെ നോക്കി
തമ്പുരാന് പറയാൻ കഴിയുമോ ഞാൻ സാമിന്റെ ദൈവമാണ് എന്ന് പറയത്തക്ക നിലയിലുള്ള ഒരു ജീവിതം ഉണ്ടോ? ഇല്ലെങ്കിൽ തമ്പുരാൻ പറയുക ഒരു സമർപ്പണം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവസന്നിധിയിലേക്ക് ഓടി വരണം. ലൂസിലെ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. എല്ലാം തകർന്നിരിക്കുമ്പോൾ തമ്പുരാന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ജീവിതം. So we have to have a life. We have to submit and surrender everything unto His feet, so that God can say that I am honored to be being honored by calling you as my child. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയോട് അവൻ എന്റെ സങ്കേതവും ബലവും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം. എത്ര മനോഹരമാ അല്ലേ? Such a beautiful psalm. He who dwells under the shelter of the Almighty, he can say that He is my Father. Hallelujah. ഞാൻ ആ സന്ദേശത്തെ ഇവിടെ നിർത്തുക. So I am going to conclude that message over here. ഒരു കാര്യം കൂടെയും കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം.